എവിടെയോ അടിച്ചണ്ടാ അടി എവിടെ അടി എവിടെ അടി എവിടെ ഗാംഗോസ് ഫ്രണ്ടില ഗാംഗോസ് ഷോപ്പ് അവിടെ ഡ്രസ് ഷോപ്പാണോ ഷോപ്പാണോ ഓക്കെ ഓക്കെ കണ്ടു 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 ഷോപ്പ് 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 താലുള്ള ഷോപ്പ് ലെഫ്റ്റ് 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 ടീമാണോ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല ഇറങ്ങി അടിച്ചങ്ങോട്ട് വില്ലുമോനെ ഷോപ്പിന് പുറത്ത് പോകാതെ വലിപ്പുണ്ട് നിങ്ങളൊന്ന് മാർക്കിട്ടടാ 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 വില്ലുമോനെ മാർക്കിടേ മാർക്കിടേ എവിടെ കോച്ചന്മാര് ഡ്രസ് ഷോപ്പ് അല്ല അവിടെ ഓപ്പോസിറ്റ് ഷോപ്പില്ലേ ഷോപ്പ് 5047 ആ 5047 ഉണ്ട് ഞങ്ങൾ വെളിയിലൊന്നും ആരും ഇല്ലല്ലോ ഇവനെ ചുമ്മാ ഒന്ന് വെടി വെച്ചാൽ ഒരു കാര്യമില്ല ഇവനെങ്ങനെ കൊന്നു ഞാൻ ഗണ്ണാണ് നിൽക്കുന്നത് ഇവൻ ഗണ്ണെടുത്ത് എന്നെ വെടിവെച്ച് മേൽവച്ചൊന്ന് നോക്കിയേ മേൽവച്ചൊന്ന് നോക്കിയേ രണ്ട് മൂന്ന് പേര് വണ്ടിയില് ഞങ്ങളാണ് ഇവന്മാരുടെ ഒരു വണ്ടിയില് എവിടെ ചന്ദ്ര എടാ ഞങ്ങളാ സീമിലെ വണ്ടിയില് അവനെടുത്തോ എടുത്തോ അവൻ നീ കണ്ടിരുന്നോ അവന് ഇവിടുന്ന് കോള് കിട്ടി അവൻ ഡയറക്റ്റ് വരുന്നു ഈ വണ്ടി സസ്താണ് ഈ വണ്ടി നോക്കിയടാ ഞാൻ പറഞ്ഞ വണ്ടി നോക്കിയതാ ഈ വണ്ടി സസ്ത ഇവനെ നോക്ക് ഈ ഫ്രണ്ടിൽ പോണേ മച്ചാനെ നിർത്തിയേ ഹലോ ഇങ്ങോട്ട് നമ്മൾ നിൽക്കിയതേ ഇവനെ ഹോസ്റ്റ് എടുത്തേ ബ്രോ സിറ്റുവേഷൻ അടയ്ക്കാം ബ്രോ സിറ്റുവേഷൻ വന്നാ നമ്മളോട് താഴെ ബൈഫോൺ നിൽക്കുക നമുക്കൊന്ന് മേളിൽ നിൽക്കുന്ന കവറൊന്നു പോയി കറങ്ങി വന്നോ ഈ ഏരിയയിൽ നമുക്ക് അടിക്കാം ഇവിടെ ഡ്രസ് ഷോപ്പിന് അവിടെ കൊറേ എണ്ണം ഉണ്ട് കൊറേ വണ്ടിയില് അവനെ ഹോസ്റ്റ് എടുത്തോടാ എന്താ മച്ചാനെ അവനെന്തിയാ അവിടെ പോയി ഹലോ ബ്രോ സിഎമ്മിലാണോ ബ്രോ നിങ്ങളെ കൂട്ടത്തിലെ രണ്ടുപേരും ഞങ്ങളെ ആക്രമിക്കാൻ നോക്കിയവരെ ഞങ്ങൾ ഇവിടെ ഉറക്കിയിട്ടിട്ടുണ്ട് ശവം അല്ല എനിക്കും അറിയത്തില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങള് വെറുതെ കണ്ണേം ചെയ്തപ്പോ നിങ്ങളുടെ കൂട്ടത്തില് വേറെ ആയതോ ഞങ്ങളെ ഒന്നും പറയാതെ നേരെ വന്നങ്ങ് കണ്ണേം ചെയ്ത് ഫയർ ചെയ്യാൻ തുടങ്ങി ആദ്യം രണ്ടാമത് മൂന്നാമത് അങ്ങനെ ഇവിടെ ഇപ്പൊ ശവമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ബ്രോ ഞാൻ പറഞ്ഞുതരാം അത് അവന്മാർക്ക് അറിയാവുന്ന ഒരാളായിരുന്നു ജാസിന്ന് എന്തോ പറഞ്ഞ ഒരാളായിരുന്നു ആദ്യം ഉള്ളത് അപ്പൊ അവനോട് ചുമ്മാ ഗണ്ണയം ചെയ്തിട്ട് അത് അപ്പൊ തന്നെ മാറ്റി അവര് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത്
CM ന്റെ വെളിയിൽ വണ്ടി വന്ന് കുത്തിയ ആൾക്കാർ അവർ റേഡിയോ കോൾ പോലും കൊടുത്തില്ലെന്നാണ് നമ്മുടെ സൈഡിൽ നിന്ന് പറഞ്ഞത്. നിങ്ങളുടെ സൈഡിൽ ആ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, റേഡിയോ കോൾ തന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അത് നമുക്ക് അറിഞ്ഞുകൂടാ. അതാ ഞാൻ പറഞ്ഞു ബ്രോ. അതിൽ ജാസ്തി എടുത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോ മറ്റേ ആൾ ഗണ്ണെടുത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ വെടിവെച്ച്. അപ്പോഴാണ് അവനെ വെടിവെച്ച് ഡൗൺ ആക്കുന്നത്. ഇതാണ് സംഭവം. ഷോപ്പിന്റെ പുറത്ത് ഞാൻ ഗണ്ണും ഇല്ലാണ്ട് ചുമ്മാ നിൽക്കും. എന്റെ മൂട്ടി നിങ്ങളെ ഗ്യാങ് കൊണ്ട് വന്ന് കുത്തി ഗണ്ണെടുത്ത് വെടിവെക്കാൻ ചെയ്തത്. ഞാൻ അവരുടെ റോള് കളിച്ചിട്ട് അവനെ കത്തിച്ചു വിട്ടു. ഇതാ അവിടെ സംഭവിച്ചത്. അവിടെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ ജാസ്തിയായിട്ട്. ആ സമയത്ത് പുറത്തുനിന്ന് അവൻ റേഡിയോ കോൾ കൊടുത്തിട്ടില്ല. അവൻ ഡെസ്റ്റോട് സംസാരിച്ചോണ്ടിരിക്കുവായി ജാസ്തി എന്ന് പറഞ്ഞ പയ്യൻ. എന്നിട്ട് മയ്യമച്ച വന്ന് നേരെ വന്ന് വെടിവെക്കുന്നു. ഇതിന്റെ ആവശ്യം എന്താ? ബ്രോ സംഭവിച്ച ഇപ്പം ഇത്ര കത്തൊക്കെയാണ് ഇഷ്യൂ ആണ്. അതാണ് ഞാൻ പറയാൻ ഇപ്പൊ ഇത്ര PL ഇതൊക്കെയാണ്. അപ്പൊ നീ കണ്ണെടുത്ത കടിക്കുമല്ലേ കത്തിയ? ബ്രോ ഞാനല്ല അടിച്ചത്. വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവരെ കത്തിച്ചിട്ടില്ല. ഇനി അവരെങ്ങനെ സിറ്റുവേഷൻ നമുക്ക് അറിയത്തില്ല. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഗണ്ണേം ചെയ്ത് അപ്പൊ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് എന്തിനാണ് ഗണ്ണേം ചെയ്ത് എന്നതാണ് സംഭവം. നിങ്ങൾ ആദ്യം ഗണ്ണേം ചെയ്ത കാര്യം എന്ന് പറയുന്നില്ലല്ലോ. ചുമ്മാതാണോ അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് ഒരു നോക്കുമ്പോ അവനത് ചുമ്മാതാണോ ഫ്രണ്ട്ലി ആയിട്ടാണ് മനസ്സിലാവുന്നില്ല. അതാണ് സംഭവം. അവിടെ അതിനകത്ത് സംസാരിക്കുന്നതേ ഉള്ളൂ. ആണെങ്കിൽ പോലും ഗൺ പോയിന്റ് ആണെങ്കിൽ പോലും അവനെ നമ്മള് അടിച്ചു പോയോ? ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. അവൻ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളത്തെ കമ്മ്യൂണിക്കേറ്റ് ആ പുറത്ത് നിന്ന പയ്യന്മാരെ അതുകൊണ്ടല്ലടാ ഞാൻ കാര്യം പറയട്ടെ. അവന്മാര് മര്യാദക്ക് സംസാരിക്കുക. നമ്മൾ ഇതടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ശോകമാണ്. അത് ഒരു ടൈം വരെ നമ്മള് ആകെ ഇവിടെ പുറത്തുണ്ടായത് ജാസ്തി ചെക്ക് ചെയ്യണുണ്ടായിരുന്നു. അതാണ് ബ്രോ നമ്മള് ക്ഷമിച്ചു ഇനി പ്രശ്നമൊന്നും വരല്ലേ. പ്രശ്നത്തിനായിട്ടൊന്നുമില്ല. അത് എന്താന്ന് നമുക്ക് അറിയാത്തോണ്ട് ക്ലാരിഫൈ ആവുന്നില്ല ബ്രോ. ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. ലൈക്ക് നിങ്ങളെ ടിഷ്യൂ ആക്കാനായിട്ടൊന്നും വന്നൊന്നുമല്ല. അവിടെ അവരുടെ മറ്റേ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ആയിരിക്കും. നമുക്ക് അറിയത്തില്ലല്ലോ ബ്രോ. അവരിപ്പോ അവരുടെ അടുത്തൊന്ന് റേഡിയോ വരാൻ പറയോ? അവിടെ നിന്ന് റേഡിയോ വരാൻ പറയാമെങ്കിൽ നമുക്ക് സംസാരിക്കായിരുന്നു ഇപ്പൊ തന്നെ. നമ്മൾ ക്ഷമിച്ചു. എന്താ നിന്റെ അപ്പ അടി ഉണ്ടാക്കാൻ വേണ്ടി CM ന്റെ ഗ്യാങ് ഹൗസിന്റെ അവിടെ പോയിരിക്കുന്നു. അവിടെ ചെന്ന് തിരക്കാവനെ തന്തേ തിരക്കി വന്നേക്കുന്നു. ഞാൻ ഇനി ഇവന്റെ തന്തേ 24 മണിക്കൂർ എന്റെ കൂടെ കൊണ്ടു നടക്കാം. അണ്ണാ ദർശന ഇനി ഗ്യാങ് സിറ്റുവേഷൻ ഞാൻ ദർശനയുടെ അടുത്ത് പോവാം. അവൻ വരട്ടെ സംസാരിച്ചു നോക്കാം. അമ്മരെ കത്തിച്ചില്ലടാ. എടാ അവരെ നമ്മൾ കത്തിച്ചില്ലല്ലോ. ഹലോ റേഡിയോ അല്ല TV-യിൽ ആരും ഇല്ല അത്. ഹലോ അവരെ കത്തിച്ചായിരുന്നോ? പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി കത്തിച്ചായിരുന്നു. വെടിവെച്ചല്ലേ ചുമ്മാ ആവശ്യമുണ്ട്. അപ്പൊ കത്തിച്ചും കിട്ടാറ്. അപ്പോഴും വിചാരിക്കുന്ന ഇവന്മാര് സംസാരിക്കാൻ വേണ്ടി വരുന്ന ലാസ്റ്റ് വന്ന പയ്യൻ ഇറങ്ങി സംസാരിക്കുന്നു ചെയ്യരുത്. അവൻ ഡയറക്റ്റ് വന്നൊന്നും പറയാണ്ട് വെടിവെച്ചു. ഹലോ അവര് കൺട്രി ഇട്ടിട്ട് എനിക്കൊന്നും എവിടെയും ഉണ്ടെന്നോ ഞാൻ പുറത്തു നോക്കി ഇവിടെ നിങ്ങൾ സംസാരിച്ചിട്ട് അതെ സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം പറയാം വെച്ചാൽ നമ്മളിതങ്ങ് വിട്ട് നിങ്ങൾ വേറെ പ്രശ്നം വരേണ്ടതായി നമുക്കിതങ്ങ് മറക്കാം. നമ്മളെ പ്രശ്നത്തിനായിട്ട് വിളിച്ചല്ലോ. സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾ മറക്കാനും പറ്റൂല.
അല്ലല്ല അതല്ല ബ്രോ പറഞ്ഞത്. ഇവന് എന്താണ് ഈ അടിയേ സംഭവം ഉണ്ടായി മനസ്സിലായി. ആ ഓക്കെ അതുകൊണ്ടാണ് ചന്ദ്ര വിട്ടരെ. ചന്ദ്ര മറ്റേ റൈഡിലോട്ടൊന്ന് പറഞ്ഞേ. അവർ സംസാരിച്ചിട്ട് പറഞ്ഞോ ബ്രോ, സംസാരിച്ചിട്ട് പറഞ്ഞു. നമ്മുടെ റൈഡിലോട്ടൊന്ന് വന്നേ. കണ്ടിട്ടാ വിട്ടോടാ. പറയടാ. ആശുപത്രിയിലൊക്കെ പോയാ പോടാ, എനിക്ക് മൗസ് പോലും പിടിക്കാനുള്ള ആവില്ലല്ലോ. എനിക്കിങ്ങനെ ഇവിടുന്ന് ഓടം വരെ നീക്കാൻ പോലും. എടാ ചന്ദ്ര കേക്കാവോ? ചില്ലറ കഴപ്പല്ല, അങ്ങ് ചന്ദ്രൻ എന്തിനാണ് അങ്ങ് കേറി അങ്ങ് മൂത്തിരിക്കും അങ്ങ്. ചന്ദ്രൻ മറ്റേ സ്വാഗ് ഡയലോഗ്. നിനക്ക് ഇപ്പൊ അടിക്കണം, നിനക്ക് ആരെങ്കിലും അടിക്കണം. നീ ഒരു കാര്യം ചെയ്താ, നിന്നെ തിരക്കി നിന്റെ സൂര്യബോസ് വന്ന് ഇവിടെ നിൽക്കുന്ന അവനെ പിടിച്ച് 2 അടി അറാ 10 വെട്ടിയോ എന്തെങ്കിലും പിടിച്ച് അറാവനെ. ചന്ദ്രൻ ഒന്ന് പിടിച്ച് വിരട്ടി വിട്ട്. നമ്മള് സോൾവ് ആക്കിയല്ലാണ്, നമുക്കൊന്നും അറിയണമല്ലോ പിള്ളേർക്ക് അടിക്കണം. ചില്ലറ സൂക്കേടല്ല. മഞ്ഞത്ത് ഹൈനാണ്, എന്ത് രസമുണ്ടല്ലേ. നോക്ക് ഈ ക്ലൈമറ്റ് വന്നപ്പോ ഹൈനാണ്, എന്ത് രസം. ഇതിനകത്ത് ഒരു വെള്ള കളറിനകത്ത് ഒരു എന്തോ ഒരു കറുത്ത സാധനം ഇങ്ങനെ മറ്റേ ഭയങ്കര ഗ്ലോ ഉള്ള ഒരു സാധനം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണ പോലെ അല്ലേ. നോക്ക് എന്താടാ ഇപ്പൊ മീറ്റിംഗ് ഒരു പൂവ് എനിക്ക് തരുമോ? കാര്യമായിട്ട് ഞങ്ങൾക്ക് വലിയ സിറ്റുവേഷൻ അറിയത്തില്ല, കാരണം കുറെ റേഡിയോയിൽ ഞാൻ വേറെ മാത്രം ഉണ്ടാവുള്ളൂ ആ സമയത്ത്. ജസ്റ്റ് എന്തോ ഇത് മാത്രം അടി സിറ്റുവേഷൻ മാത്രമേ കേട്ടോളൂ, വേറെ ഒന്നും അറിയില്ല. പറയുമ്പോഴാണ് അറിയുന്നത് റേഡിയോ ലൈഫ്. എന്നാലും നമുക്ക് ഇപ്പൊ സംസാരിക്കും, ലീഡർ ഒന്നും സംസാരിക്കും. ഏതാണോ വാസന? എനിക്ക് ടാറ്റു ഇല്ലല്ലോടാ, ടാറ്റു അടിക്കാറില്ലല്ലോ. പുള്ളി ടാറ്റു ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്. ടാറ്റു അല്ല, ബർമാർക്കാണോ അത്? അവന് താടിയും കൂടെ ഇത് ആരൊക്കെ കടിച്ചത് ജനിച്ചപ്പോ? ഡിസൈനിലൊക്കെ കെട്ടുകാലി മര്യാദ സംസാരിക്കാം. ഫുഡൊക്കെ കഴിച്ചാ? പറഞ്ഞ നന്നായി. ഒരു മിനിറ്റ്. സാധാരണ ആൾക്കാർക്ക് ഉപകാരമുള്ളതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, എന്തോ പറ്റിയോ. നന്മയുടെ പാതയിലാണ് ചന്ദ്രൻ. ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ ഹെൽത്ത് വൈസ് ഒക്കെ ഇച്ചിരി നോക്കുന്ന ആളാണ്. അതൊന്നല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കുറച്ചു നേരത്തെ. അയ്യോ സത്യം അതെ അതെ അതെ. മുച്ചറി ആ അത് എടാ, നമ്മുടെ ബാക്കി എല്ലാവരും ബുക്കും, നമ്മുടെ ബാക്കി എല്ലാവരും ബുക്കും. നമുക്കൊരു ഓളമായിരിക്കും സംസാരിക്കുമ്പോ. എന്താ ചന്ദ്ര ബ്രോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാവുന്ന സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇവരാണ് സ്റ്റീവും വേറെ ആരാ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്? സ്റ്റീവും ഡെസ്ട്രോയും ആണ് സിറ്റുവേഷൻ ഉണ്ടായത്. ഡെസ്ട്രോ സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അല്ലെങ്കിൽ സ്റ്റീവ് ആയാലും പറഞ്ഞാൽ നിങ്ങൾ തൊണ്ടയാ. ബ്രോ എന്താ വെച്ചാ മറ്റേ ഓഷൻ ഫ്ലീക്ക് ഇല്ലേ, ഓപ്പോസിറ്റ് താഴത്തെ ഷോപ്പില്ലേ ഇറങ്ങത്തുള്ള, അവിടെ നമ്മൾ സാധനം മേടിക്കാൻ പോയതാ. അപ്പം വല്യമോന്റെ ശങ്കായ ജാസീനെ അവിടെ വെച്ച് നമ്മള് കണ്ടു. പറഞ്ഞു പറ്റിയാന്ന് ചെന്ന് എനിക്ക് പിടിക്കലേ. അവിടെ ചെന്ന് ചുമ്മാ ഒന്ന് ഗൺ പോയിന്റ് ചെയ്ത് ഫണ്ണായിട്ട് നിന്നപ്പം ബോറടിച്ച് എനിക്കും വല്യമോനും. അപ്പൊ ഡെസ്റ്റർ മാത്രം ആദ്യമുണ്ടാവുള്ളൂ. അപ്പൊ ഡെസ്റ്ററിന്റെ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഡെസ്റ്റർ പറയുന്ന പകുതി അതിന് മനസ്സിലായി കാണൂല, എന്നാലും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ. അതിന്റെ ഇടയ്ക്ക് റേഡിയോ കോളോ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പൊ ഞാനും വല്യമോ ബോർഡ് വെച്ചിട്ട് 2 കത്തിക്കാനായിട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങിയപ്പോ ഏതോ മച്ചാൻ പെട്ടെന്ന് എവിടെന്നൊക്കെയോ വണ്ടിയും പിടിച്ചൊക്കെ വന്ന് നമ്മൾ ഇറങ്ങി ഓടിയിരിക്കുന്നു. എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല. എന്താണ് മച്ചാന്റെ പ്രശ്നം? കോള് പോലും കൊടുക്കണ്ടവൻ എങ്ങനെ? അത് ഞാൻ ചോദിച്ചു അവനോട്. അത് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ 2 പേരും ഫുഡ് വാങ്ങാൻ വന്നതായിരുന്നു. അപ്പം രണ്ടാമത് നിങ്ങൾ വെടിവെച്ചെന്ന് പറഞ്ഞ പയ്യൻ ക്ലിക്കേ പോയിട്ട് വന്നതാ. വന്ന സമയത്ത് അവൻ ഷോപ്പിൽ വന്നപ്പോ നിങ്ങൾ അവനെ ഗണ്ണിങ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ അവര് കണ്ടപ്പോ അവൻ ആ ഒരു പെയിനിങ്ങിൽ കൂട്ടത്തില് എടാ ജക്സിങ് വന്നേ.
നമ്മള് വിചാരിച്ച അവൻ സംസാരിക്കാൻ വേണ്ടി വരുവാന്ന് വെച്ചാൽ അവൻ ഡയറക്റ്റ് വരുന്നു ഇറങ്ങുന്നു വണ്ടി സംഭവം അവനും ഫുഡ് വാങ്ങുന്നത്. അപ്പൊ നിങ്ങളെന്താ അവനെ ഗണ്ണിൽ ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ട് അവൻ നിങ്ങൾ ഹോസ്റ്റലിൽ സംസാരിക്കും ചോദിച്ചായിരുന്നില്ല എന്താന്ന് വെച്ചാൽ ചോദിക്കായിരുന്നു. നമ്മുടെ കയ്യിൽ കണ്ണൂരുണ്ടായിരുന്നു എന്റെ കയ്യിൽ സീണ്ടയിലും അവൻ ആ സമയത്ത് ചില പേനിക്ക് അടിച്ചതായിരിക്കും നിങ്ങൾ അറിയാണ്ട് അച്ഛനെ പാനിക്കാവല്ലേ ഇങ്ങനെയൊന്നും എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാനിക്കാതെ തലയുണ്ട് കയറും. അവനറിയില്ലല്ലോ നിങ്ങള് ബസ് സംസാരിക്കുന്നതാണോ അതോ ഹോസ്റ്റൽ എടുക്കുന്നതാണോ. വേറൊരു കാര്യം റേഡിയോയില് ചോദിക്കായിരുന്നല്ലോ ബ്രോ, പിന്നെ വേറൊരു കാര്യം, ഈ പുറത്തുനിന്ന് നമ്മളേക്ക് ആംബുലൻസിനകത്തോട് കാണത്തില്ല. ആ ജാസിയോനെ പയ്യനെ അങ്ങ് മൂലയ്ക്ക് കൊണ്ടുവച്ചാണ് കൺഫേം ചെയ്തോണ്ടിരുന്നത്. അവൻ ഇറങ്ങിയിട്ട് കുറച്ച് സമയം ഇവൻ നേരെ വണ്ടി കൊത്തുന്നു, പെട്ടെന്ന് ഇറങ്ങുന്നത് കണ്ണെടുത്ത് അടിക്കുന്നു. ഇവൻ വരുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ്. ഇവൻ ജാസി ലെഫ്റ്റ് കോർണറിലുള്ള. പുറത്തുനിന്ന് ആ വ്യൂന്ന് ആക്ച്വലി ജാസിയെ കാണത്തില്ല. പിന്നെ എങ്ങനെ കണ്ടു പറയുന്നത് അറിയത്തില്ല കൺപോയിന്റിലായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ഡെസ്ട്രോ മാത്രമേ അകത്തുണ്ടാവുള്ളൂ. ഞാൻ വല്ലവനും പുറത്തേക്ക് വരുന്നു. ഒരാൾ മാത്രമേ കൺപോയിന്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ ജാസിക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാന്നില്ലേ ഉള്ളൂ. ഒരാൾ മാത്രമേ കൺപോയിന്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ബ്രോ ഞാൻ ആ സമയത്ത് റേഡിയോയിൽ ഉണ്ടായിരുന്നു ആക്ച്വലി. ഫസ്റ്റ് ഫിയർ കാട്ടല്ലടാ കോള് കേട്ടത് ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ള സമയത്ത്. പക്ഷെ റേഡിയോയിൽ ഞാൻ കോള് കേട്ടത് ടി വി അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. വേറെ എന്തോ കേട്ടില്ല, ലൈക്ക് ജാസിയുടെ അടുത്ത് ടി വി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര ഞാൻ കേട്ടുള്ളൂ. പിന്നെ അവിടെ അടിയെന്ന് മാത്രമേ ഞാൻ അറിഞ്ഞു. പിന്നെ ബാക്കി നിങ്ങൾ പറയുമ്പോൾ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് അവന്മാര് ഫ്ലിക്കയിലേക്ക് മരുന്ന് പോയത് ഞാൻ മുതുക്കിലുണ്ടായിരുന്നു ആ സമയത്ത്. ആരാണ്? ഞാൻ സ്റ്റാൻലി കുറിച്ച് ഇതൊന്നല്ല ചോദിക്കുന്നത്. ഈ ആദ്യമേ വെടിവെച്ചതിന്റെ കാരണം മനസ്സിലാവുള്ളത്. അവൻ എന്നോട് പറഞ്ഞു അല്ലാണ്ട് അവൻ അല്ലാണ്ട് അടിച്ചതല്ല. അവൻ നിങ്ങൾ അവനെ ഹോസ്റ്റൽ എടുത്ത് കൊണ്ടുപോകും എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും നിങ്ങൾക്ക്? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ പറഞ്ഞില്ല അവൻ അങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചടിച്ചത്, അല്ലാണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. എന്നാ ഒരു കാര്യം ചെയ്യാ, നമ്മളെ വെടിവെച്ചതിന്റെ അടുത്ത് വന്നിട്ട് സോറി പറയാം. നമ്മൾ സെമിച്ചിട്ടൊക്കെ പോവാം. അല്ല വിട്ടില്ലായിരുന്നോ? അണ്ണൻ പറയണം. സിറ്റുവേഷൻ പറഞ്ഞു എടാ ഞാനൊരു കാര്യം പറയട്ടെടാ. ഇത് ശോകം, ഇത് ചന്ദ്ര, ഇത് വേണ്ടടാ നമുക്ക്. ഇങ്ങനെ വേണ്ടല്ലേ അവര്. അല്ല അവർക്ക് സിറ്റുവേഷൻ എടുക്കുക ഒരു ഇതില്ലടാ. നമ്മള് ചുമ്മാ നേരെ ഒന്ന് മാസ് ഇറക്കണ പോലെയാണ് ഇത്. എനിക്ക് നിങ്ങൾ ഇനി എന്ത് ഡബ്ല്യു ആര് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ചില എനിക്ക് ഒരു ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഒരു ബേസിക് ഒരു ന്യായം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജയിക്കുമെങ്കിലും ചെയ്യുള്ളൂ, അല്ലെ പുഴുത്ത് ചാവും. അന്നേരം നിനക്ക് പാടി ഉണ്ടാക്കാൻ പറയാൻ വലിയ സന്തോഷമായിരിക്കും. പക്ഷെ എന്നിട്ട് നമ്മളിത് തോറ്റ് മുമ്പ് ഇരിക്കുമ്പോ നീയൊക്കെ തന്നെ സ്പാം ചെയ്യും കർമ്മ അണ്ടി എന്ന് പറഞ്ഞു. മനസ്സിലായി? എനിക്കിത് നന്നായിട്ട് അറിയാം. ഞാൻ കുറെ നാളായിട്ട് കാണണതാ. കാണണത് ഇങ്ങനത്തെ അണ്ടി വലിച്ച സിറ്റുവേഷനിലൊന്നും എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എടുപ്പിക്കത്തില്ല ഇവനെ കൊണ്ടൊക്കെ. ആർക്കെങ്കിലും ബാഡ് അടിച്ചാലും ആർക്കൊക്കെ ബാഡ് അടിച്ചാലും ഞാൻ എടുപ്പിക്കത്തില്ല. അതിന് ചന്ദ്രന് ബാഡ് അടിച്ചാലും അവർക്ക് ബാഡ് അടിച്ചാലും ഞാൻ എടുപ്പിക്കത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. അവര് പറഞ്ഞു പിന്നെ നമ്മൾ മെസ്സ് ഇറക്കാൻ പോണേ എന്തിനാ? നമ്മളെന്ത് അൺബീറ്റബിളോ? നമ്മളും വീടും ഒറ്റ PL അടിച്ചാൽ മതി, ഒരു വണ്ടി മറിഞ്ഞാൽ മതി നമുക്കിതാവാൻ. നമ്മൾ ഈ വൃത്തിയുടെ കോൺഫിഡൻസ് കാണിക്കുന്നത് ശരിയല്ല. ഞാൻ ഇത് സമ്മതിക്കത്തില്ല. ഞാൻ ഇങ്ങനെ കളിപ്പിക്കത്തില്ല എൻ്റെ പ്ലേയേഴ്സിനെ അങ്ങനെ കളിപ്പിക്കത്തില്ല. ഇത് ഉറപ്പിച്ച കാര്യമാണ്. ഇനി നിങ്ങൾക്ക് സിറ്റുവേഷൻ വേണമെങ്കിൽ വേണ്ട, അതൊന്നും എനിക്ക് അറിയാത്ത കാര്യമാണ്. ഇത് അൺവാണ്ടഡ് സിറ്റുവേഷനാണ്. അൺവാണ്ടഡ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആണ്.